വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എനിക്കൊരു കൗതുകം തോന്നുന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. അത് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ്. ആരെങ്കിലുമൊക്കെ നമ്മളെ ശല്യപ്പെടുത്തും തോന്നിയാൽ, നമ്മളോട് സംസാരിക്കേണ്ട എന്ന് തോന്നിയാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പിന്നീട് അവർ നമ്മളെ ശല്യപ്പെടുത്താനുള്ള സാധ്യതയില്ല. അവരോടൊരു കോണ്ടാക്റ്റ് നമുക്കുണ്ടാകില്ല. ഇങ്ങനെ ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ ചില മനുഷ്യരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ ആ മനുഷ്യരുടെ സാന്നിധ്യമോ അവരുടെ വികാരങ്ങളോ അവരുടെ വിഷമങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ മനുഷ്യർ പിന്നെ നമുക്ക് വേണ്ട എന്ന് വയ്ക്കാനുള്ള സെറ്റിംഗ് ഉണ്ട്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ മനസ്സിലായി, ഈ കാലഘട്ടത്തിൽ മാത്രമല്ല അങ്ങനെ സെറ്റിങ്സ് ഉണ്ടായിരുന്നത്, മുമ്പും ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ഗോസ്പലിൽ വായിക്കുന്നത്. കുറച്ച് ദിവസത്തെ മുമ്പത്തെ ഗോസ്പൽ നമ്മൾ വായിച്ചു, യേശു സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെട്ടു, പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവമതിക്കപ്പെടുകയില്ല എന്ന യേശുവിൻ്റെ ആ സങ്കടകരമായ വാർത്ത നമ്മൾ മനസ്സിലാക്കി. ഇന്ന് അത് നേരെ തിരിഞ്ഞ് സംഭവിക്കുകയാണ്. ഒരിടത്ത് കുറേ മനുഷ്യർ ബ്ലോക്ക് ചെയ്തു, സമരിയാക്കാർ. പക്ഷേ ഗലീലയിൽ പോയപ്പോൾ കാര്യം മാറി. ഗലീലക്കാർ അവനെ അക്സെപ്റ്റ് ചെയ്തു. ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തപ്പോൾ യേശു മറ്റൊരിടത്തേക്കാണ് പോയത്. അവിടെ ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. അവിടെ യേശുവിനെ സ്വീകരിച്ചു. അതിന് കാരണം ജെറുസലേമിൽ തിരുനാളിൽ അവർ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ യേശുവിനെക്കുറിച്ച് അവർ ഒത്തിരി കേട്ടു. അങ്ങനെ കേട്ട വെളിച്ചത്തിൽ അവർ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തു. അവർ ബ്ലോക്ക് ചെയ്തില്ല. പിന്നീട് നമ്മൾ വായിക്കുന്ന വലിയൊരു അത്ഭുതമാണ്. ഒരു രാജാവിൻ്റെ സേവകന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ജീവൻ വീണ്ടും കിട്ടിയതിൻ്റെ വലിയൊരു അത്ഭുതം. അന്ന് മാത്രമല്ല, ഇന്നും ഇങ്ങനെയൊക്കെ ഒരു സെറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നൊരു വെളിച്ചം. യേശുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ബ്ലോക്ക് ചെയ്യും, ചിലപ്പോഴൊക്കെ അൺബ്ലോക്ക് ചെയ്യും. ഈ ബ്ലോക്ക് ചെയ്തും അൺബ്ലോക്കും ഒക്കെ ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ ഇങ്ങനെ ചേർത്ത് വയ്ക്കാനും നൈസായിട്ട് ഒഴിവാക്കാനൊക്കെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൺബ്ലോക്ക് ചെയ്യുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ കിട്ടും. വീണ്ടും സൗകര്യാർത്ഥം നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും. യേശുവായിട്ട് പിന്നെ റിലേഷൻഷിപ്പില്ല. പിന്നെ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കില്ല. അവൻ എന്താണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കില്ല. അവനോട്ട് പിന്നെ ഒരു കോണ്ടാക്റ്റ് ഇല്ല. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ വീണ്ടും നമ്മൾ അൺബ്ലോക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യും. വല്ലാത്തൊരു അവസ്ഥയാണത്. നമ്മൾ പറയും, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കുറച്ചും കൂടി റീതിങ്ക് ചെയ്യണം. ഈ റിലേഷൻഷിപ്പ് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ കർത്താവിനെയൊക്കെ ഈ ഒതുക്കി നിർത്തിയ ഒരു ജനക്കൂട്ടത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്തവർക്ക് പിന്നീട് കണ്ടതൊക്കെ അത്ഭുതങ്ങളാണ്. ഒരുപാട് മോശപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയാണ് ഗലീലക്കാർ. പക്ഷേ അവർ യേശുവിനെ ചേർത്ത് പിടിച്ചപ്പോൾ അവർക്ക് അത്ഭുതങ്ങളുണ്ടായി. യേശുവിൻ്റെ ആദ്യ അത്ഭുതം പോലും അവിടെ നിന്നാണെന്ന് വചനം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത്ഭുതങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും നമ്മളൊക്കെ കർത്താവിനെ ചേർത്ത് പിടിക്കണം. അതുതന്നെ വലിയൊരു അത്ഭുതമാണ്. ജീവിതത്തിൽ കുറച്ചും കൂടി സന്തോഷങ്ങൾക്ക്, കുറച്ചും കൂടി ആനന്ദത്തിന്, കുറച്ചും കൂടി സമാധാനത്തിന് കൂടെ ക്രിസ്തു ഉണ്ടെങ്കിൽ പിന്നീട് എല്ലാം ശരിയാണ്. ആരെങ്കിലുമൊക്കെ ഈ തപസ് കാലത്ത് ക്രിസ്തുവിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ചാൻസ്. നമ്മൾ അൺബ്ലോക്ക് ചെയ്യണം. അൺബ്ലോക്ക് ചെയ്ത് അവനോട് കുറച്ചും കൂടി കോൺവെർസേഷനൊക്കെ പുലർത്തേണ്ട അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.